സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറിഡേയിലേക്ക് എല്ലാ ക്രിസ്തു സഹോദരീ സഹോദരന്മാർക്കും സ്നേഹത്തോടെ സ്വാഗതം. സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തെക്കുറിച്ചാണ്. വളരെ പ്രധാനപ്പെട്ടൊരു അധ്യായം. അതെ, ലോകത്തെ മുഴുവൻ ബാധിച്ച ആ വലിയ പ്രളയം. അതിനുശേഷം ദൈവം എങ്ങനെയാണ് ഒരു പുതിയ തുടക്കം നൽകുന്നത്? പിന്നെ നോഹയോടും അതുപോലെ സകല ജീവജാലങ്ങളോടും ചെയ്ത ആ ഒരു ഉടമ്പടി, അതിന്റെയൊക്കെ പ്രാധാന്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലേ? തീർച്ചയായും. പ്രളയം കഴിഞ്ഞ് ഭൂമിയൊക്കെ ഒന്ന് ഉണങ്ങിയല്ലോ. അപ്പൊ പെട്ടകത്തിൽ നിന്ന് നോഹയും കുടുംബവും പുറത്തിറങ്ങുന്നു. അപ്പൊ ദൈവം അവരോട് പറയുന്ന ആദ്യത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ. അത് പഴയ സൃഷ്ടിയുടെ ഒരു തുടർച്ച പോലെയാണല്ലേ? അതെ, ഒരു തുടർച്ചയും ഒപ്പം ഒരു പുതിയ അനുഗ്രഹവുമാണ്. ജീവന്റെ സംരക്ഷണം, അതായത് ഭൂമിയെ പരിപാലിക്കാനുള്ള ഉത്തരവാദിത്തം, അത് ദൈവം മനുഷ്യനെ ഏൽപ്പിക്കുകയാണ്. ആ ഉത്തരവാദിത്തം കൊടുക്കുന്നതോടൊപ്പം തന്നെ ചില നിയമങ്ങളും വരുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് ജീവന്റെ കാര്യത്തിൽ. ജീവന്റെ പവിത്രതയെക്കുറിച്ച് ദൈവം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതെന്താണ്? അവിടെ പറയുന്ന ഒരു പ്രധാന വാക്യമുണ്ട്: മനുഷ്യന്റെ രക്തം ആരെങ്കിലും ചിന്നിയാൽ മനുഷ്യനാൽ അവന്റെ രക്തം ചിന്തപ്പെടും. അതിന് കാരണവും പറയുന്നുണ്ട്. കാരണം ദൈവം സ്വന്തം രൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതായത് ഓരോ മനുഷ്യജീവനും ദൈവത്തിന്റെ പ്രതിച്ഛായയാണ്. അതിന് വലിയ വിലയുണ്ട്. മൃഗങ്ങളെ ആഹാരമാക്കാൻ അനുവാദം കൊടുത്തപ്പോഴും അപ്പോഴും പറഞ്ഞു, രക്തം ഭക്ഷിക്കരുത്, കാരണം ജീവൻ രക്തത്തിലാണല്ലോ. ആ ജീവന്റെ ഉറവിടം ദൈവമാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണത്. ജീവനെ ആദരിക്കണം. ശരിയാണ്. ജീവന്റെ ഈ പ്രാധാന്യം പറഞ്ഞിട്ട് ഈ അധ്യായത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഭാഗത്തേക്ക് വരുന്നു: ദൈവത്തിന്റെ ഉടമ്പടി. അതെ, മഴവില്ലിന്റെ ഉടമ്പടി. മഴവില്ല്. അതൊരു നിത്യമായ ഉടമ്പടിയാണ്. ദൈവവും മനുഷ്യരും സകല ജീവജാലങ്ങളും തമ്മിലുള്ള ഉടമ്പടി. എന്താണ് ആ ഉടമ്പടിയുടെ ഉറപ്പ്? ഇനി ഒരിക്കലും ഭൂമിയിലെ ജീവനെ മുഴുവനായി പ്രളയം കൊണ്ട് നശിപ്പിക്കില്ല എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദാനമാണത്. അതിന്റെ അടയാളമാണോ മഴവില്ല്? അതെ, അടയാളമായിട്ട് ദൈവം പറയുകയാണ്, ഞാൻ എന്റെ വില്ല് മേഘത്തിൽ വെക്കുന്നു. സാധാരണ യുദ്ധത്തിന്റെ ചിഹ്നമായ വില്ല് ഇവിടെ സമാധാനത്തിന്റെയും ദൈവത്തിന്റെ വിശ്വസ്തതയുടെയും ഒരടയാളമായി മാറുന്നു. അതായത് ആകാശത്ത് മഴവില്ല് കാണുമ്പോഴെല്ലാം ദൈവം തന്റെ വാഗ്ദാനം ഓർക്കുന്നു. നമ്മളും ഓർക്കണം. കൃത്യമായി. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ദൈവത്തിന്റെ കരുണയുടെ, വിശ്വസ്തതയുടെ ഓർമ്മപ്പെടുത്തൽ. എന്നാൽ ഈ വലിയ വാഗ്ദാനങ്ങളും അനുഗ്രഹങ്ങളുമൊക്കെ കിട്ടിയ ശേഷവും മനുഷ്യന്റെ ഭാഗത്ത് വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടല്ലോ. നോഹയുടെ കാര്യം തന്നെ എടുത്താല് അത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. നീതിമാൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നോഹ പോലും മുന്തിരിച്ചാറ് കുടിച്ച് ലഹരിക്കടിപ്പെടുന്നു. ശരിയാണ്. മക്കളുടെ പ്രതികരണങ്ങളിലും അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. ഹാം ചെയ്ത തെറ്റും ഷേമിന്റെയും യാഫെത്തിന്റെയും പ്രവൃത്തിയും. അപ്പൊ ഇതെന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? പ്രധാനമായും ദൈവത്തിന്റെ ഉടമ്പടികളും പദ്ധതികളും മനുഷ്യന്റെ പെർഫെക്ഷനെ, പൂർണ്ണതയെ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നത്. നമ്മൾ ബലഹീനരാണ്, വീഴ്ചകളുണ്ട്. പക്ഷെ ദൈവത്തിന്റെ കൃപയും വിശ്വസ്തതയും അത് റദ്ദാക്കുന്നില്ല. അതായത് ദൈവം തന്റെ പദ്ധതികൾ മനുഷ്യരുടെ കുറവുകളിലൂടെയും മുന്നോട്ട് കൊണ്ടുപോകും. അതെ, കനാനിനുള്ള ശാപവും ഷേമിനും യാഫെത്തിനുമുള്ള അനുഗ്രഹവും ഒക്കെ അതിന്റെ ഭാഗമായി വരുന്നു. ദൈവഹിതം നടപ്പാകും. അപ്പോ ഉൽപ്പത്തി 9-ൽ നിന്ന് നമുക്ക് ഇന്നത്തെ ജീവിതത്തിലേക്ക് എടുക്കാൻ പറ്റുന്ന പ്രധാന ചിന്തകൾ എന്തൊക്കെയാവും? 1. ജീവന്റെ വില തിരിച്ചറിയുക. എല്ലാ ജീവനും, പ്രത്യേകിച്ചു മനുഷ്യജീവനും, ദൈവത്തിന്റെ ദാനമായി കണ്ട് ആദരിക്കുക. അതിന്റെ സംരക്ഷകരായിരിക്കുക. 2. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, കൊടുങ്കാറ്റുകൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ ഓർക്കുക. ആ മഴവില്ല് പോലെ. അതെ, ആകാശത്തെ മഴവില്ല് കാണുമ്പോൾ ദൈവം നമ്മളെ ഓർക്കുന്നു. അവിടുത്തെ കരുണ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. നോഹയെപ്പോലെ ഏതൊരു സാഹചര്യത്തിൽ നിന്നും ഒരു പുതിയ തുടക്കം കുറിക്കാൻ ദൈവം നമ്മെ സഹായിക്കും എന്നൊരു പ്രത്യാശ. തീർച്ചയായും. ആ ഒരു ധൈര്യം നമുക്ക് ഈ അധ്യായം നൽകുന്നുണ്ട്. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഉൽപ്പത്തി 9-ലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ച വലിയ സത്യങ്ങൾക്കായി സ്തോത്രം. ആമേൻ. പ്രളയശേഷം നോഹയ്ക്കും കുടുംബത്തിനും പുതിയൊരു ജീവിതം നൽകിയതിനായി, ജീവന്റെ പവിത്രതയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ ഉടമ്പടിയുടെ അടയാളമായ മഴവില്ലിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളിലും വീഴ്ചകളിലും അങ്ങയുടെ കൃപ ഞങ്ങളെ താങ്ങണമേ.
അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് മുന്നോട്ടു പോകാൻ ഞങ്ങളെ ശക്തരാക്കണമേ. ഓരോ മഴവില്ലും കാണുമ്പോൾ അങ്ങയുടെ അനന്തമായ കരുണയെയും വിശ്വസ്തതയെയും ഓർക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ സൃഷ്ടിയെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ. ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ഈ പ്രാർത്ഥന അർപ്പിക്കുന്നു. ആമേൻ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിലെ അനുഭവങ്ങളോ സാക്ഷ്യങ്ങളോ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ soulfulscriptureseveryday@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കാവുന്നതാണ്. അതെ, തിരഞ്ഞെടുക്കുന്ന സാക്ഷ്യങ്ങൾ ഈ പരിപാടിയിലൂടെ നമുക്ക് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാം. ഓർക്കുക, സോൾഫുൾ സ്ക്രിപ്റ്റേഴ്സ് എവറിഡേ ഈ ബൈബിൾ പഠന പരമ്പര എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ആഴ്ച പുതിയൊരു അധ്യായവുമായി കാണുന്നതുവരെ കർത്താവിന്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ.